ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പല വീഡിയോകൾ കുറ്റിക്കുരുമുളകിനെ പറ്റി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതും കുറ്റിക്കുരുമുളകിനെ പറ്റി തന്നെയാണ്. ഞാൻ 1.5 മാസം മുമ്പ് ഒരു ബ്രസീലിയൻ തിപ്പല്ലിയുടെ തണ്ടും ഒരു സാധാരണ ഒരു നമ്മുടെ കുറ്റിക്കുരുമുളക് വേണ്ടി എടുക്കുന്ന വശങ്ങളിലോട്ട് കിടക്കുന്ന കുരുമുളക് വള്ളിയുടെ ഒരു കമ്പും കുഴിച്ച് വെച്ചതാണ്. 1.5 മാസമായേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാം, ഈ കുരുമുളകിൻ്റെ തണ്ടയിൽ ശക്തമായിട്ടുള്ള മുളകൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത്. ആ വള്ളിയുടെ കുരുമുളക് ശക്തിയായിട്ടുള്ള ആ വള്ളിയായിരുന്നു. അത് നല്ലൊരു തണ്ടായിരുന്നു. അത് ഞാൻ 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കുമായിരുന്നു. തണ്ടത് ഉണ്ടായത് തന്നെ ആദ്യത്തെ മുള വന്നത് തന്നെ തിരി ഉണ്ടായിട്ടുണ്ട്. അത് കുരുമുളക് ഉണ്ടാകും. ഇപ്പം നമുക്ക് കാണാം, ബ്രസീലിയൻ തിപ്പല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ചതുപ്പ് സ്ഥലങ്ങളിൽ അത് ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ നട്ട് പിടിപ്പിക്കുന്നതിനാണ് നമ്മൾ ബ്രസീലിയൻ തിപ്പല്ലി ഉപയോഗിക്കുന്നത്. അത് തന്നെയല്ല, അത് പെട്ടെന്ന് അത് പിടിക്കുകയും ചെയ്യും. ഇതും ഇതായിട്ട് നമുക്ക് കാണാം, തണ്ടയിൽ നമ്മുടെ കുരുമുളക് തണ്ട് ഡയറക്റ്റ് കുഴിച്ച് വെച്ച് 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുത്ത് തണലത്ത് വെച്ചാണ് എല്ലാ മുട്ടയിലും ഓരോ മുള വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഈ മുളകളിലെല്ലാം നമുക്ക് കുരുമുളക് ഉണ്ടാകും. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അതാണ് വീണ്ടും ഇത്തരം വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അന്നേരം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുരുമുളകിൻ്റെ പല വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ സിമ്പിളാണ്. തണ്ടെടുക്കുക, കുഴിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ.